إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരെ കുറിച്ച് അവർ വിശ്വാസികളല്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ ഇന്ന കാര്യം ചെയ്യുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റും. സമ്പൂർണ്ണ വിശ്വാസികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നവരാകണം നമ്മൾ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ അവർ വിശ്വാസികളല്ല അല്ലെങ്കിൽ അവർ പൂർണ്ണ വിശ്വാസികളല്ല എന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്ത് കാണാം ഇന്ന കാര്യം ചെയ്യുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല എന്ന പരാമർശങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി വിട്ടുപോകുന്നതാണ്. അത് നമ്മൾ പഠിക്കുകയും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. എങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒക്കെ വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, പരിപൂർണ മുഅ്മിനുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില കാര്യങ്ങൾ, അതിൽ എല്ലാം ഇല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. അതിൽ ഒന്നാമത്തെ വിഷയം, അയൽവാസികളെ ഉപദ്രവിക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാൾ വിശ്വാസിയല്ല, വിശ്വാസികൾപ്പെട്ടവനല്ല. ഈ പദം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ശരിക്കും അയൽപ്പക്ക ബന്ധത്തിന്റെ പ്രാധാന്യത്തെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചൊരു കാര്യം. അയൽപ്പക്ക ബന്ധം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നത് ചർച്ച ചെയ്യുന്നിടത്ത് കടന്നു വരുന്ന ആയത്തുകളും ഹദീത്തുകളൊക്കെ ധാരാളം കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഈമാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനമായിട്ടാണ് അയൽവാസികളോടുള്ള കടമകളെ ഇസ്ലാം കണക്കാക്കിയത്. عن أبي شريح أن النبي صلى الله عليه وسلم قال والله لا يؤمن والله لا يؤمن والله لا يؤمن. അള്ളാഹുവിന്റെ റസൂൽ പറയാ, അള്ളാഹുവാണ് സത്യം, ഒരാൾ വിശ്വാസിയല്ല, അഥവാ പൂർണ്ണ വിശ്വാസിയല്ല എന്നതാണ് ഇതിന്റെ ശറഹ്. ഒരാൾ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ അയാൾ പരിപൂർണ വിശ്വാസിയല്ല എന്നത്. ഇത് 3 പ്രാവശ്യം നബി ആവർത്തിക്കാൻ ചോദിക്കപ്പെട്ടു. ഖീല വമൻ യാ റസൂലല്ലാഹ്, റസൂലേ ആരാണവൻ? താങ്കൾ വിശ്വാസിയല്ല 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 എന്ന് പറഞ്ഞല്ലോ, ആരാണവൻ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു,
തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി നിർഭയനാകാത്തവൻ, അഥവാ ഏതൊരുത്തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി നിർഭയനായിട്ടില്ലയോ അവനാണ് വിശ്വാസിയാകാത്തവൻ എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 6016 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരിക്കലും ഒരു അയൽവാസി ദ്രോഹമുള്ളവനാകാൻ പാടില്ല എന്നത്. എത്രത്തോളം അറിയാം? ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ. ആദരിക്കാൻ പഠിപ്പിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ 2305 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അതിനിടയിൽ 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഒന്ന്, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ. നീ നിന്റെ അയൽവാസിക്ക് നന്മകൾ ചെയ്യുക, നിനക്ക് നിർഭയനായ വിശ്വാസിയാകാം. അല്ലാഹു അക്ബർ. നിർഭയനായ വിശ്വാസിയാകാൻ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യുക എന്നതാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് വന്നു നോക്കൂ. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിനോടുള്ള കടമയെക്കുറിച്ച് പറഞ്ഞ ഉടനെ അതോട് ചേർത്തുകൊണ്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തു നിസാഇന്റെ 36-ാമത്തെ ആയത്ത് എന്താ അവിടെ? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽവാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽയതാമാ വൽമസാകീൻ വൽജാരിദിൽ ഖുർബാ വൽജാരിദിൽ ഖുർബാ വൽജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് അയ്മാനുക്കും. ആരോടൊക്കെ നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ. അതിലൊന്ന് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക, ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും, വൽജാരിദിൽ ഖുർബാ കുടുംബ ബന്ധമുള്ള അയൽവാസികളോടും, വൽജാരിൽ ജുനുബി അതുപോലെ വീണ്ടും പറയണം അന്യരായ അയൽക്കാരോടും. 2 തരത്തിലാണ് അയൽവാസികൾ ഉണ്ടാകാം. 2 തരത്തിലാണ്. ചില പണ്ഡിതന്മാര് 3ഓളം രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അയൽവാസികൾ മുഅ്മിനായിരിക്കും, കുടുംബ ബന്ധമുള്ളവനാകും, അതുപോലെ അടുത്ത ബന്ധുവാകും. ഇങ്ങനെ വിശദീകരിക്കുന്നതാണ് പറ്റും. ചിലയിടത്ത് മുസ്ലിം ആയിരിക്കും, അയൽവാസിയായിരിക്കും. ചിലയിടത്ത് അയൽവാസി മാത്രമായിരിക്കും. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ശരി, അയൽവാസിയോടും മാന്യതയോടുകൂടി വർത്തിക്കണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കണം. അവിടെ മുസ്ലിമാണോ, കുടുംബ ബന്ധമുള്ളവനാണോ, മുസ്ലിം അല്ലാത്തവനാണോ എന്നതൊന്നും വ്യത്യാസമില്ല. നോക്കൂ, നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് കുടുംബ ബന്ധമുള്ള അയൽക്കാർ, അന്യരായ അയൽക്കാർ, അവരോടൊക്കെ എന്ത് ചെയ്യണം? നല്ല നിലയിൽ വർത്തിക്കണം എന്നാണ്. ഈ നല്ല നിലയിൽ വർത്തിക്കാത്തവനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്ത്? വല്ലാഹി ലാ യുഅ്മിൻ, അവൻ വിശ്വാസിയല്ല. കാരണം എന്താ? അയൽവാസിക്ക് അവനെ തൊട്ട് നിർഭയത്വമില്ല, അങ്ങനത്തവൻ വിശ്വാസിയല്ലെന്ന്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പല ഹദീസുകൾ കാണാൻ പറ്റും. എത്രത്തോളം അറിയോ? സഹാബികളൊക്കെ പറയാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിൽ ഞങ്ങളുടെ അയൽവാസികൾക്ക് അവകാശമുണ്ടെന്ന് വരെ തോന്നിപ്പോയി. അയൽപ്പക്കക്കാരുള്ള ബാധ്യതകൾ പറഞ്ഞു വന്നപ്പോ വിശാലമായ ലോകം. അതുകൊണ്ട് തന്നെ അയൽവാസിയെ മാനിക്കാത്തവൻ, അയൽവാസി ആദരിക്കാത്തവൻ, അയൽവാസി തന്റെ ഷർറിൽ നിന്ന് നിർഭയനായിട്ടില്ലെങ്കിൽ അവൻ പരിപൂർണ വിശ്വാസിയാവുകയില്ല. അതൊരിക്കലും ഒരു മുഅ്മിനിന് ഭൂഷണമായ കാര്യമല്ല അയൽവാസിയെ ഉപദ്രവിക്കുക എന്നത്. അപ്പൊ വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹനെ തന്നെയാണ് വിശ്വാസിയാവുകയില്ല എന്ന് പറയുന്നിടത്തുള്ള ആശയം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി അയൽവാസികളുള്ള മാന്യതകളൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാകണം. 2ാമത്തെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ പദപ്രയോഗം ഉപയോഗിച്ചത് കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്നവനും ശപിക്കുന്നവരെയും സംബന്ധിച്ചാണ്. വളരെ മോശമായ നാവിന്റെ ഉപയോഗത്തിൽപ്പെട്ടതാണ് അത്. ഞാൻ പറഞ്ഞല്ലോ, മുഅ്മിനുകൾക്ക് ഒരിക്കലും അത് ശരിയല്ല.
അള്ളാഹുവിന്റെ അടിമകൾ ഏറ്റവും നല്ലത് മാത്രം സംസാരിക്കണമെന്നാണ് അള്ളാഹു തആല ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം 17-ാമത്തെ സൂറത്ത് ഇസ്രാഇന്റെ 53-ാമത്തെ ആയത്തിൽ വഖുൽ ലിഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ വഖുൽ ലിഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ. നബിയേ, താങ്കൾ എന്റെ അടിയാന്മാരോട് ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്നത്, നല്ല വാക്ക് സംസാരിക്കണമെന്നത്. عن أبي هريرة عن رسول الله صلى الله عليه وسلم قال من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت متفق عليه. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരോട് ചോദിച്ചാലും നമ്മൾ പറയും. ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരൊക്കെ പറയും. ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണത്. അവരതിന് സാക്ഷികളാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, അത് നമുക്കുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ എന്നാണ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ച് പറയുന്ന ആൾക്കാരാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണ്ട, പറയാനില്ലെങ്കിലോ മിണ്ടാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഇമാം ബുഖാരി 6475-ാമത്തെ നമ്പർ ഹദീസ്, ഇമാം മുസ്ലിം 47-ാമത്തെ നമ്പർ ഹദീസായി അദ്ദേഹത്തിന് കിതാബിൽ ഉദ്ധരിക്കാം. ഇനി വീണ്ടും കാണാൻ അബ്ദുല്ലാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മുഅ്മിൻ, ഈ പദം നമ്മൾ ശരിക്കും പഠിക്കണം. ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഉദ്ധരിക്കാൻ നബി പറഞ്ഞു, കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്നവനും ശപിക്കുന്നവനും നീചവും നികൃഷ്ടവുമായ വാക്കുകൾ പറയുന്നവനും സത്യവിശ്വാസിയല്ല. ലൈസൽ മുഅ്മിൻ. കാരണം ഈമാനുള്ളവൻ അത് ചേരൂല. ഈമാനുള്ളവൻ അങ്ങനെ പറയില്ല. ഇനി യാദൃശ്ചികമായിട്ട് ഒരാളത്ത് വന്നാൽ ഉടനെ അയാൾ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് തൗബീദ് മടങ്ങും. ആരോടാ പറഞ്ഞത്? അവനോട് പൊരുത്തപ്പെടിക്കും. അപ്പൊ ശരിക്കും മുഅ്മിനിന്റെ പ്രകൃതിയിൽ, അവന്റെ ഫിത്രത്തിൽ, ത്വബീഇയായി, പ്രകൃതിപരമായി ഒരു വിശ്വാസിയിൽ അതുണ്ടാവുകയില്ല. എത്രത്തോളം നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുകൾ ഒന്നാണ് സൂറത്തുൽ ഹുമസ. അതിന്റെ തുടക്കത്തിൽ വെക്കുന്ന വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുന്നവരും ദുഷിച്ചു പറയുന്നവരുമായ എല്ലാവർക്കും നാശം. നോക്കൂ നിങ്ങൾ, കുത്തിപ്പറയുന്നവരും ദുഷിച്ചു പറയുന്നവരുമായ എല്ലാവർക്കും നാശം. ഇവിടെ ശരിക്കും വൈൽ എന്ന് പറഞ്ഞത് നമ്മള് ആ സൂറത്ത് ഈ പള്ളിയിൽ പഠിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് കേട്ട ആളുകൾക്ക് ബോധ്യാക്കും. വൈൽ എന്ന് പറഞ്ഞാൽ നാശം എന്ന് മാത്രമല്ല, വൈൽ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഒരു താഴ്വാരമാണ് വൈൽ. വാദി, വാദിൻ ഫീ ജഹന്നം. എന്താണ് ജഹന്നമിന്റെ പ്രത്യേകത? ആ താഴ്വാരത്തിന്റെ പ്രത്യേകത എന്താണ്? ചോരയും ചലവും കലർന്ന നീരിൽ നിന്നായിരിക്കും അവിടെ കുടിക്കാൻ നൽകപ്പെടുക. വളരെ മ്ലേച്ഛമായ ഒരു പ്രദേശം. ചില റിപ്പോർട്ടുകൾ കാണാം, ആ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ദുർബലതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എത്രത്തോളം വെച്ചാൽ നരകം പോലും ഈ വാദിയെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നതുപോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാൻ പറ്റും. അത്ര ഗൗരവത്തിലാണ് വാദി. വൈൽ, വൈൽ. ആർക്കാണ് ഈ വൈലുള്ളത്? ആർക്കാണ് നാശമുള്ളത്? ആർക്കാണ് നരകത്തിൽ താഴ്വാരമുള്ളത്? കുത്തിപ്പറയുന്ന ആളുകൾ, ദുഷിച്ചു പറയുന്നവരായ ആളുകൾ. ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളായ മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നത്, ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന, മുഖത്ത് നോക്കി അപവാദം പറയുന്ന, അഭാവത്തിൽ ദുഷിച്ചു പറയുന്ന എല്ലാ ആളുകളെയും ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇമാമിങ്ങൾ. വല്ലാഹുൽ മുസ്തആൻ. ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത് മുഅ്മിനുകൾക്ക് ഒരിക്കലും പാടില്ലാത്ത സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട 2 സൂറത്തുകൾ. ഒന്ന് 24-ാം അധ്യായം സൂറത്ത് നൂറും, മറ്റൊന്ന് 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തുമാണ്. ഈ 2 സൂറത്ത് നമ്മൾ ശരിക്കും പഠിക്കണം, നന്നായി പഠിക്കണം. ഞാനും പഠിക്കണം. ഈ സൂറത്തിലെ 11-ാമത്തെ ആയത്തിൽ കാണാം, ഈ പറഞ്ഞ ആയത്തിന് തഫ്സീറായി പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ എടുത്തു കൊടുക്കുന്ന ഈ ആയത്താണ്, വലാ തൽമിസു അൻഫുസകും. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. എന്ന ആളുകൾക്ക് അതൊരു ഫാഷനാണ്. ദീനി ദഅവത്ത് പോലും ഈ രീതിയിലാണ്. അല്ലാഹുൽ മുസ്തആൻ.
പ്രിയമുള്ളവരെ, അവരെ കുറിച്ചാണ് നബി പറഞ്ഞത്, ലൈസൽ മുഅ്മിൻ, അവൻ മുഅ്മിനല്ല, അല്ലെങ്കിൽ മുഅ്മിനുകൾ പെടൂല. ആര്? ബിത്ത്വാനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ, കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്ന, ശപിക്കുന്ന, നീചവും നികൃഷ്ടവുമായ വാക്കുകൾ പറയുന്ന ആളുകൾ മുഅ്മിനുകളല്ല. അല്ലാഹു തആല കൂട്ടം നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത് ഈ ഖുത്ബയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളിൽ പെടില്ല, അവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞത് ഒരു കൂട്ടരെ കുറിച്ചാണ്. ആ കൂട്ടർ എങ്ങനെയെന്ന് വെച്ചാല്, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ, അവനവൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അവനവന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരേക്കും ഒരാൾ മുഅ്മിനാവൂല. സുബ്ഹാനക. സാഹോദര്യത്തിന്റെ അങ്ങേയറ്റമാണത്, ഉഖ്വത്തുൽ ഇസ്ലാം. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല, വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തത്തിന് അവനവന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ. എനിക്ക് എന്റെ കാര്യത്തിൽ ഞാൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നോ അതൊക്കെ എന്റെ സഹോദരൻ, മുസ്ലിം സഹോദരൻ, അവന്റെ കാര്യത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ അയാൾ വിശ്വാസിയാവുകയില്ല. പ്രിയമുള്ളവർ, ഈ പ്രയോഗത്തെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ ശാരീഹ്യങ്ങൾ ഹദീഥിനെ വിവരിക്കുന്നിടത്ത് പറയുന്നത്, ഇവിടെ ഹദീഥിൽ നിഷേധിക്കുന്നത് വിശ്വാസിയാവൂല എന്ന് പറയുന്നത് ഒരിക്കലും മുഅ്മിൻ അല്ല എന്നർത്ഥത്തിലല്ല, പിന്നെ വിശ്വാസത്തിന് പൂർണ്ണതയില്ല എന്നർത്ഥത്തിലാണെന്നാണ്. അല്ലാഹു അക്ബർ. അവന്റെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല. ഒരിക്കലും പൂർണ്ണതയുള്ള കാമിലായ ഈമാനുള്ള ഒരാൾക്ക് അവനവൻ എന്തൊക്കെയാണോ അള്ളാന്റെ ദീനിൽ ഇഷ്ടപ്പെട്ടത്, ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെയാണോ ഖൈറായത്, അതൊക്കെ മറ്റുള്ളവനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദീനിലും ദുനിയാവിലും ഒരു മുഅ്മിൻ നന്മ ആഗ്രഹിക്കുന്നു മറ്റൊരു മുഅ്മിൻ എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ദീനിലും ദുനിയാവിലും ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് നന്മ ആഗ്രഹിക്കുന്നു. നമ്മൾ അങ്ങനെയാണോ പ്രിയമുള്ളവരെ? എത്രത്തോളം അറികള് ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരിച്ചിട്ട് അദ്ദേഹം വിശദീകരിക്കണം വെച്ചാൽ, ഈ ഹദീഥിനെ വിവരിക്കുന്നത്, ഒരു മുസ്ലിം തന്റെ സഹോദരങ്ങൾക്ക് നന്മയും ഹുദയും നീതിയും ഇഷ്ടപ്പെടുന്നു എന്നാണ്. എനിക്ക് ഞാൻ നന്മ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർ എന്നോട് നന്മ കാണിക്കണം, മറ്റുള്ളവർ എന്നോട് നീതി കാണിക്കണം, മറ്റുള്ളവർ എനിക്ക് സന്മാർഗത്തിന്റെ മാർഗങ്ങൾ തുറന്നു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കാര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അല്ലാഹുവേ ഹിദ കിട്ടണം, എനിക്ക് നീതി കിട്ടണം, എനിക്ക് നന്മയുണ്ടാകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വ തർക്കൽ മുൻകറാത്ത് വ ഹുബ്ബൽ മസാകിൻ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ ഖൈറും എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ഖൈറൊക്കെ തന്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമെന്നാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അതിന് വിശദീകരണം നൽകുന്നത്. മാത്രമല്ല, അവർക്ക് വേണ്ടി എല്ലാ തിന്മകളെയും വെറുക്കുകയും വേണം. ഞാൻ എന്നിൽ എന്തൊക്കെ തിന്മ വെറുക്കുന്നു, ഒരിക്കലും റബ്ബ് എന്നിൽ ശിർക്ക് വരരുത്, ഒരിക്കലും എന്നിൽ ബിദ്അത്ത് വരരുത്, എന്നിൽ മഅസിയത്ത് വരരുത്, വൃത്തികേടുകൾ എന്നിൽ വരരുത് എന്നതുപോലെ അല്ലാഹുവേ എന്റെ സഹോദരങ്ങളിലും അത് വരരുത്. എത്രത്തോളം എന്ന് വെച്ചാല് അവൻ അവരോട് പകവെക്കരുത്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയാം, പകവെക്കരുത്, അസൂയ വെക്കരുത്, ഹസദ് ഒന്നും ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോട് ഉണ്ടാകാൻ പാടില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 45-ാമത്തെ നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി ഔ ഖാല ലിജാരിഹി. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണത്. മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരനും അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് തന്റെ അയൽവാസിക്കും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. വീണ്ടും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബാണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈർ. സ്വന്തത്തിന് അനുഗ്രഹങ്ങൾ, ഖൈറുകൾ ലഭിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഖൈറുണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ, അവനും ഖൈറുണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഇമാം നസായി 5017-ാമത്തെ നമ്പർ ഉദ്ധരിച്ച ഹദീസാണ്. എത്രത്തോളം
കാരണം എന്താ അറിയോ? അല്ലാഹു തആല പറയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത് 10-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ പ്രമുഖ മുഫസ്സിറുകളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയാൻ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഹാദാ അഖ്ദുൻ അഖ്ദഹുല്ലാഹു ബൈനൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു എന്നതെന്തറിയോ? അത് അല്ലാഹു തആല സത്യവിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു അഖ്ദാണ്, ഒരു ബന്ധമാണ്, ഒരു വല്ലാത്ത ഉടമ്പടിയാണ്, പരസ്പരമുള്ളൊരു യോജിപ്പാണ്. അന്നഹു ഇദാ വജദ മിൻ അയ്യി ശഖ്സിൻ കാന ഫീ മശ്രിഖിൽ അർളി വമഗ്രിബിഹാ الإيمان بالله وملائكته وكتبه ورسله واليوم الآخر فإنه أخ للمؤمنين. ഭൂമിയിലെ മശ്രിഖിലും മഗ്രിബിലും അഥവാ പാശ്ചാത്യവും പൗരസ്ത്യ ദേശങ്ങളിലും എവിടെയാണെങ്കിലും, അയാൾ ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും അറേബ്യൻ രാജ്യങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ കിതാബുകളിലും അവന്റെ റസൂലുമാരിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെ കണ്ടാലും അവൻ മുഅ്മിനുകളുടെ സഹോദരനാണ്, അവൻ വിശ്വാസികളുടെ സഹോദരനാണ്. ഓൻ അമേരിക്കക്കാരനാണ്, ഓൻ ആഫ്രിക്കക്കാരനാണ്, ഓൻ യൂറോപ്യനാണ് എന്നല്ല, അവൻ ഉഖ്വത്തുൽ ഇസ്ലാമിൽപ്പെട്ടവനാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അതിൽപ്പെട്ടവനാണ്. എന്നിട്ട് അല്ലാമത്തു സഅദി ആ വാക്ക് അവസാനിപ്പിക്കണം എങ്ങനെയാണ്? ഉഖ്വത്തുൻ തൂജിബു അൻ യുഹിബ്ബ ലഹുൽ മുഅ്മിനൂൻ മാ യുഹിബ്ബൂന ലിഅൻഫുസിഹിം വയക്റഹൂന ലഹു മാ യക്റഹൂന ലിഅൻഫുസിഹിം. തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ വിശ്വാസികൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുകയും അനിഷ്ടകരമായി കണ്ടാൽ അവർക്ക് വേണ്ടിയും അനിഷ്ടകരമായി കാണലും നിർബന്ധമായ സാഹോദര്യമാണത്. ഒരു മുഅ്മിനിന്റെ മേൽ വാജിബായ സാഹോദര്യമാണത്. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, മുഅ്മിനുകൾ തമ്മിൽ അന്യോന്യമുള്ള ബന്ധം അത് അഭേദ്യമാണ്. അതെ, അവർ സഹോദരങ്ങളാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. ഒരേ സ്രഷ്ടാവിൽ, ഒരേ റബ്ബിൽ, ഒരേ ആദർശത്തിൽ, ഒരേ ദീനിൽ, ഒരേ നിയമസംഹിതയിൽ വിശ്വസിക്കുന്നവരാണവർ. അവരുടെ വികാര വിചാരങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഒന്നാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ശരിക്കും നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യം അതൊക്കെ. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ വിശ്വാസിയല്ല, അല്ലെങ്കിൽ അവൻ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇതൊക്കെ എണ്ണീട്ടുള്ളത്. ആ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നുകൂടിയുണ്ട്. അത് ഈ ഖുത്ബയിൽ 4-മതായി ഞാൻ സൂചിപ്പിക്കാം. എന്താണെന്നറിയത്? എല്ലാറ്റിനേക്കാളും, അള്ള കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനേക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരേക്കും ഒരാൾ മുഅ്മിനാവൂല. നമ്മൾ പലപ്പോഴും കേൾക്കണ വാക്കാണ്. എത്ര തവണ കേട്ടാലും ഈ വാക്കിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാറില്ല. അത് വലിയൊരു ന്യൂനതയാണ്. നോക്കൂ നിങ്ങൾ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ 44-ാമത്തെ നമ്പർ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തന്റെ പിതാവിനെക്കാളും മകനെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും ഏറെ ഞാൻ അഥവാ മുഹമ്മദ് നബി പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ശരിക്കും ഒരാളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് അളത്തണമെങ്കിൽ എന്ത് വേണം? അയാൾ ഈമാനുള്ളവനാണെങ്കിൽ അയാൾ എന്ത് വേണം? അയാൾ എല്ലാറ്റിനേക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അതെങ്ങനെയെന്നുള്ളത് പ്രത്യേകം പഠിക്കേണ്ട കാര്യം കൂടിയാണ്. അതിനു മുമ്പ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നബിന്റെ കൈ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി.
റസൂലേ, ഈ ഉമറിന് എനിക്ക് എന്നെ കഴിഞ്ഞാൽ, എന്റെ ദേഹത്തെ കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുന്നാകുന്നു നബിയെ. സത്യസന്ധമായ സംസാരമാണ്. കാരണം എല്ലാവർക്കും നഫ്സിനോട് തൊബീഇയായി പ്രകൃതിപരമായ ഒരു ഇഷ്ടം ഉണ്ടാവും. അവനന്റെ മക്കളെക്കാളും ഉമ്മനെക്കാളും എല്ലാറ്റിനേക്കാളും നഫ്സിനോടൊരു ഹുബ്ബ് എല്ലാവർക്കും സ്വാഭാവികമാണ്. അത് പ്രകൃതിപരമാണ്. നബി പറഞ്ഞു, ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ, ഇല്ല ഉമറെ, പറ്റൂല. ഉറങ്ങണ്ട, പാടില്ല. ആ താഴത്തെ പുറത്തെ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വരും. ഹലോ, ആ പുറത്തെ പള്ളിയിൽ ഇരിക്കുന്നവരൊക്കെ ഉള്ളിലേക്ക് വരും. അവിടെ AC സൗകര്യമുണ്ട്, സൊഫ് പൂർത്തിയായിട്ടില്ല, വലിയ ഹൈറാണ്. എന്തിനാ നിങ്ങൾ പുറത്തു പോയിരിക്കണം? ഇവിടെ തന്നെ വന്നിരിക്കും. ആ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കയറി സൊഫിലേക്ക് കയറി. എന്താ പറഞ്ഞത്? നബി പറഞ്ഞില്ല, വല്ലദീ നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. അപ്പൊ നബി പറഞ്ഞില്ല, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ്, അല്ലാഹുവാണ് സത്യം. ഉമറേ, താങ്കൾക്ക് താങ്കളുടെ ശരീരത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ എന്നെ ആകണം താങ്കൾ സ്നേഹിക്കേണ്ടതാണ്. നിനക്ക് നിന്നെക്കാൾ സ്നേഹം ഉണ്ടാകേണ്ടത് എന്നോടാണ്. അതുവരെ താങ്കൾ എന്ത് ചെയ്യൂല, ഈമാൻ പൂർണ്ണാകൂല. ഫഖാല ലഹു ഉമർ. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, കാരണം നബിയെ പറഞ്ഞത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയാ, ഒന്ന് ആലോചിക്കട്ടെ എന്താ പറയാ. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. അള്ളാന്റെ റസൂലിന്റെ വാക്കുകൾക്ക് കീഴൊതുങ്ങിയാലാണ്. അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എന്നാൽ അല്ലാഹുവാണ് സത്യം, അങ്ങാണ് എനിക്ക് എന്നെക്കാൾ പ്രിയപ്പെട്ടവനാണ്. ഒറ്റ വാക്ക് നബി പറഞ്ഞു, അത് അങ്ങനെ തന്നെ അനുസരിച്ചു. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി പറഞ്ഞൊരു വാക്കുണ്ടെന്ന്, എല്ലാറ്റിനേക്കാളും അവിടുന്നാണ് നബിയെ, അങ്ങാണ്, അള്ള കഴിഞ്ഞാലാണ് ഈ സ്നേഹം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവിടുന്നാന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞ വാക്കെന്താ? ആൽ ആന യാ ഉമർ. ഉമറെ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ ശരിയായത്. സ്വഹീഹുൽ ബുഖാരി 6632 നമ്പർ ഹദീസ്. നോക്കൂ നിങ്ങൾ, എല്ലാറ്റിനേക്കാളും ഒരാൾക്ക് ഹുബ്ബുണ്ടാകേണ്ടത് അള്ള കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്തടത്തോളം അയാൾ ഈമാൻ പൂർണ്ണാവില്ല എന്നാണ്. ഈമാൻ പൂർണ്ണാവില്ല. എത്രത്തോളം നബി പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീൽ 16 നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താണ്? സലാസുൻ, 3 കൂട്ടർ, മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, അല്ലെങ്കിൽ വജദ ഹലാവത്തുൽ ഈമാൻ. ഒരാളിൽ 3 ഗുണവിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ഈമാനിന്റെ മാധുര്യം, ഹലാവത്ത്, അതിന്റെ രുചി, അതിന്റെ മധുരം അയാൾ ആസ്വദിച്ചിട്ടുണ്ടെന്നാണ്. എന്താ അതിലൊന്ന്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റാരോടുമുള്ളതിനേക്കാൾ ഈ ദുനിയാവിൽ ഒരാളോടും അത്ര സ്നേഹമല്ല. ആരോട് ഏറ്റവും സ്നേഹം? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഉണ്ടായിരിക്കണം. അപ്പോൾ അയാൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി, ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ഉപ്പമാരും, എല്ലാ യുവാക്കളും, എല്ലാ യുവതികളും, എല്ലാ ഉമ്മമാരും, ഈ ഇരിക്കുന്ന മക്കളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ ഈ ദുനിയാവിൽ? എന്നെങ്കിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹ് എന്ന് പറയാൻ പറ്റും? എന്നെങ്കിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹിന്റെ റസൂൽ എന്ന് പറയാൻ പറ്റും? അന്ന് നമ്മൾ വിജയിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ, അവിടുത്തെ സുന്നത്തിനെ, അവിടുത്തെ മാർഗത്തെ അത് പൂർണ്ണമായി തൃപ്തിപ്പെട്ട് അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി അവിടുന്ന് പറഞ്ഞതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും അവിടുന്ന് പഠിപ്പിച്ച ആദർശം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോടുള്ള ഹുബ്ബ്, നബിയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അവിടുത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കുക. വാക്കിലും നോക്കിലും വസ്ത്രത്തിലും ഇടപെടലും കുടുംബജീവിതത്തിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്റെ റസൂൽ എങ്ങനെയാണോ അങ്ങനെ. നമ്മൾ പറയില്ലേ, 1400 വർഷങ്ങൾക്കപ്പുറമുള്ള റസൂലിനോട് 1400 വർഷങ്ങൾക്കിപ്പുറത്ത് ഈമാൻ കുറഞ്ഞ, തഖ്വ കുറഞ്ഞ, തവക്കുൽ കുറഞ്ഞ, ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ കുറഞ്ഞ ഈ പ്രദേശത്ത് നിന്നുള്ള എന്റെ ഒരു ബന്ധമുണ്ട്. 1400 വർഷങ്ങൾക്കപ്പുറമുള്ള എന്റെ റസൂലിനോട് അതിനകത്തുള്ള ഓരോ കണ്ണികളും ദൃഢമാണ്.
എന്റെ വസ്ത്രം അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് അവിടെയാണ്. എന്റെ ആദർശം അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് അവിടെയാണ്. എന്റെ ഈമാൻ അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് അവിടെയാണ്. എന്റേതായ ഇസ്ലാമികമായ ഓരോ വശങ്ങളിലും ഞാൻ കണ്ണി ചേർത്തിട്ടുള്ളത് എന്റെ നബിയിലേക്കാണ്. 1400 വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ളൊരു ബന്ധം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുലിക്കിയാൽ അവിടെ കൊല്ലുകണം, അവിടെ എത്തണം. അത്ര നല്ലൊരു ബന്ധം. അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ്. അതാണ് ഈ ഹദീത്ത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യം. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചതും അത്തരം ഒരു ബന്ധമാണ്. എല്ലാറ്റിനേക്കാളും ഒരാൾക്ക് പ്രിയം അല്ലാഹുവും അവന്റെ റസൂലും അവന്റെ മാർഗത്തിലുള്ള ജിഹാദുമായിരിക്കണമെന്ന് ആ സൂറത്ത് തൗബയുടെ 24-ൽ അല്ലാഹു തആല പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു ബന്ധം പുലർത്താനും അള്ളാന്റെ റസൂൽ വിശ്വാസിയല്ല എന്ന് പറഞ്ഞ ഓരോ കാര്യവും ഗൗരവത്തോടുകൂടി കണ്ട് വിശ്വാസിയാകാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകാനും നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, അക്കൂട്ടത്തിൽ നമ്മൾ 5-ാമതായി ഈ മിമ്പറിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഖുത്ബയിൽ നമ്മൾ കേൾക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് കൊണ്ടുവന്ന രീതിയിൽ തന്നെ തന്റെ ഇച്ഛ, അള്ളാന്റെ റസൂല് നമ്മിലേക്ക് കൊണ്ടുവന്ന രീതിയിൽ തന്റെ അഥവാ സ്വന്തത്തിന്റെ, എന്റെയും നിങ്ങളുടെയും താല്പര്യം ആകുന്നതുവരേക്കും ഒരാൾ വിശ്വാസിയാവില്ലാണ്. അങ്ങനെ പറഞ്ഞാൽ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅത ബിഹി. നിങ്ങളിൽ ഒരുത്തന്റെ ഇച്ഛ, ദേഹേച്ഛ, താല്പര്യം, ഒരുത്തന്റെ ഹവ, അത് നിങ്ങളിൽ ഒരുത്തന്റെ ഹവ, ലോകത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഓരോ മുസ്ലിമിന്റെയും ഹവ, അവന്റെ താല്പര്യം, അവന്റെ ഇച്ഛ, അത് ഞാൻ അഥവാ മുഹമ്മദ് നബി കൊണ്ടുവന്നിട്ടുള്ളതിനെ അനുകരിച്ചുകൊണ്ടാകുന്നതുവരെ അവൻ വിശ്വാസിയാവുകയില്ല. നബി പഠിപ്പിച്ചത് എന്താണോ അതിനങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതുവരെയും അവൻ മുഅ്മിനാവുകയില്ല. നമ്മള് ത്വലബത്തുൽ ഇൽമ് പ്രാഥമികമായി പഠിക്കുന്ന ഇമാം നവവിയുടെ 40 ഹദീസുകളുടെ കൂട്ടത്തിൽ 41-ാമത്തെ ഹദീസ് നമ്പർ 41-ാമത്തെ നമ്പറായി ഉദ്ധരിച്ച ഹദീസ് കൂടിയാണ്. ഹദീസ് സ്വീകാര്യോഗ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള വിധിവിലക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാനത് നേരത്തെ സൂചിപ്പിച്ചു. വസ്ത്രമര്യാദ. ഒരു പുരുഷന്റെ വസ്ത്രം എങ്ങനെ ഇരിക്കണം? നെര്യാണിക്ക് താഴെ പോകരുത്. ഓൻ മുണ്ടെടുത്താലും പാന്റ് എടുത്താലും കന്തൂറ ധരിച്ചാലും നെര്യാണിക്ക് താഴെ പോകരുത്. ഇതെന്ന് നമ്മൾ പാലിക്കണോ അതുവരെ നമ്മൾ പരിപൂർണ്ണ മുഅ്മിനാവില്ല. ഒരു മുസ്ലിമായ സ്ത്രീയുടെ വസ്ത്രം അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ട് എങ്ങനെയാകണം? ആ വസ്ത്രം അങ്ങനെ തന്നെ പാലിക്കുന്നത് വരേക്കും അവൾക്ക് പരിപൂർണ്ണ മുഅ്മിനത്താകാൻ സാധിക്കില്ല. ഓരോ കാര്യത്തിലും ജീവിതത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഓരോ കാര്യവും, ദീനായി നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഓരോ കാര്യവും, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, ഈ തൃപ്തി അത് വളരെ പ്രധാനമാണ്. അവിടെ പ്രത്യേകിച്ച് എന്റെ ചെറിയ ആൺകുട്ടികളോടും ചെറിയ അഡോളസൻസ്, ടീനേജുകാരായ അതല്ലെങ്കിൽ യുവാക്കളായ ആളുകളൊക്കെ എനിക്ക് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഹെയർ സ്റ്റൈൽ. പല ആളുകളും മുടിയുടെ കാര്യത്തിൽ പോലും അള്ളാന്റെ റസൂലിനെ പരസ്യമായി ധിക്കരിക്കുന്നവരാണ്. വസ്ത്രത്തിന്റെ കാര്യത്തിൽ ധിക്കരിക്കുന്നത് പോലെ ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിലും അള്ളാന്റെ റസൂലിനെ ധിക്കരിക്കുന്നവരാണ്. പാടില്ല പ്രിയമുള്ളവർ. ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ, അതൊക്കെ ഇപ്പൊ എങ്ങനെയാണ് പോയാ പോരെ എന്ന് വിചാരിച്ചാൽ അയാൾ പരിപൂർണ്ണ മുഅ്മിനാവൂല എന്നാണ്, വിശ്വാസിയാവൂല എന്ന് അവിടെ പഠിപ്പിക്കണം. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിലേക്ക്, നബിയുടെ സുന്നത്തിലേക്ക് മടങ്ങി അദ്ദേഹം കൊണ്ടുവന്നത് സ്വീകരിക്കുന്നതിൽ ഒരു വിഷമം നമുക്ക് ഉണ്ടാകാം. എന്താണോ നബി പഠിപ്പിച്ചത് അത് സ്വീകരിക്കുന്നിടത്ത് നമുക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല. ഇത് നേരെ തിരിച്ചാണ്.
ഇന്ന് നേരെ തിരിച്ചാണ്. നബി നമ്മളോട് പറഞ്ഞ കാര്യം ചെയ്യുന്നതിലാണ് ആളുകൾക്ക് വലിയ പ്രയാസം. ശരിക്കും മുഅ്മിന് നബി പറഞ്ഞതല്ലാത്ത ചെയ്യുമ്പോഴുള്ള പ്രയാസം ഉണ്ടാകാം. നോക്കൂ, നിങ്ങള് നാട്ടിൽ കാണുന്ന ചിലതെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും. ശരിക്കും മുഅ്മിൻ അങ്ങനെ ഉണ്ടാവേണ്ടത്. പക്ഷെ ഇന്ന് പലർക്കും ഉണ്ടാകുന്നത് എങ്ങനെയോ, നബി പഠിപ്പിച്ചത് ചെയ്യുന്നിടത്ത് വലിയ പ്രയാസം. അത് വലിയൊരു ദുരന്തമാണ് പ്രിയമുള്ളവര്, അത് വലിയ ദുരന്തമാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് വളരെ പ്രധാനമാണ്. സൂറത്ത് നിസാഇന്റെ 65-ാമത്തെ ആയത്ത് എന്തറിയോ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അള്ളാഹ് പറയാണ്, ഇല്ല, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അള്ളാഹ് പറയാണ്, അള്ളാഹിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ അഥവാ നബിയെ വിധികർത്താവാക്കുകയും നീ വിധി കൽപ്പിച്ചതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാവുകയില്ല. ഞാൻ പറഞ്ഞല്ല, അള്ളാഹിന്റെ കിതാബ് പറഞ്ഞതാണ്. ഈ റമദാനിൽ നമ്മൾ 2, 3, 4, 10 വട്ടം ഖത്തമാക്കിയില്ലേ, ആ ഖുർആനിലുള്ളതാ. വിശ്വാസിയാവൂല. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഖൗലുഹു ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും എന്ന ആയത്തോട് ഉദ്ദേശിക്കുന്നത് യുഖ്സിമു തആല ബിനഫ്സിഹിൽ കരീമത്തിൽ മുഖദ്ദസ അന്നഹു ലാ യുഅ്മിനു അഹദുൻ ഹത്താ യുഹക്കിമു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമീഇൽ ഉമൂർ فما حكم به فهو الحق الذي يجب الانقياد له باطنا وظاهرا. നിശ്ചയമായും മുഴുവൻ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിക്കുന്നത് സ്വീകരിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ മുഅ്മിനാവൂല. മുഴുവൻ കാര്യങ്ങളും, കുറച്ചെടുത്തിട്ട് കുറച്ച് ഒഴിവാക്കല്ല, എല്ലാ കാര്യത്തിലും അവിടുന്ന് വിധിച്ചത് സത്യമാണ്, പ്രത്യക്ഷമായും പരോക്ഷമായും, ബാത്തിനും ലാഹിറും. അതിന് കീഴ്പ്പെടൽ നിർബന്ധമാണ്, അതിന് കീഴ്പ്പെടൽ നിർബന്ധവുമാണ് എന്നാണ് ഈ വിശുദ്ധമായ വാക്യത്തിലൂടെ അല്ലാഹു സത്യം ചെയ്ത് പറയുന്നത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. എത്ര ഗൗരവത്തിലാണ്. ഇനി നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം ഒരായത്ത് കൂടി. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا مبينا. അല്ലാഹുവും നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ശരിക്കും ശ്രദ്ധിക്കണം. സാധാരണ പള്ളിയിൽ പോയിട്ട് ഉറങ്ങണ പോലെ ഈ പള്ളിയിലൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഇത് കേൾക്കണങ്ങള് അവിടെ കൊണ്ടുപോയിട്ട് ജീവിതത്തിൽ പകർത്തണം. എന്താ ഇവിടെ പറഞ്ഞറിയോ? അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ദീനാണ്, ആഖിറമാണ്. ദുനിയാവിലും ആഖിറത്തിലും എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യമാണ്. സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീക്കാകട്ടെ, അപ്പൊ മുഅ്മിനായ പുരുഷനോ മുഅ്മിനായ സ്ത്രീക്കാകട്ടെ, തങ്ങളുടെ അഥവാ സ്വന്തം കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാൻ പാടില്ല. എനിക്ക് എന്റെ കാര്യത്തിൽ സ്വന്തം അഭിപ്രായം പറ്റൂല. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? എനിക്ക് എന്റെ കാര്യത്തിൽ സ്വന്തം അഭിപ്രായം പറ്റൂല. ഞാൻ മുഅ്മിനാണെങ്കിൽ പിന്നെ ഞാൻ ആരുടെ അഭിപ്രായം സ്വീകരിക്കണം? അല്ലാഹ് പറഞ്ഞോ അതെടുക്കണം, നബി പറഞ്ഞോ അതേ എടുക്കാൻ പാടുള്ളൂ. എന്റെ വിശ്വാസം അല്ലെങ്കിൽ എന്റെ ചിന്താഗതി, എന്റെ പരക്കാരത്, എന്റെ അമ്മ പറഞ്ഞത്, നാട്ടുകാര് പറഞ്ഞത്, വേറെ ആരെങ്കിലും ഇല്ല, പറ്റൂല. നീ മുഅ്മിനാണോ? നീ അള്ളാഹ് പറഞ്ഞത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അള്ളാന്റെ റസൂല് പറഞ്ഞത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സ്വന്തം അഭിപ്രായം നിനക്ക് പറ്റൂല. അങ്ങനെ പലതും ഉണ്ടാവും. എത്ര ഹദീസുണ്ട്, എത്ര ആയത്തുണ്ട്. ഇല്ല, ആയത്തും ഹദീസും കേട്ടാൽ നീ അത് സ്വീകരിക്കണം. സമയനാവാത്തായന. വല്ലവനും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപഴച്ചു പോയിരിക്കുന്നു എന്നാണ് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 36-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫഹാദിഹിൽ ആയത്തു ആമ്മത്തുൻ ഫീ ജമീഇൽ ഉമൂർ وذلك أنه إذا حكم الله ورسوله بشيء فليس لأحد مخالفته ولا اختيار لأحد ها هنا ولا رأي ولا قول. ഈ വചനം, ഈ ആയത്ത് മുഴുവൻ കാര്യങ്ങളെയും പൊതുവായി ഉൾക്കൊള്ളുന്നതാണ്. എന്തെന്നാൽ അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം വിധിച്ചാൽ ആ വിധിക്കെതിരാകലോ മറ്റൊന്ന് തെരഞ്ഞെടുക്കലോ അഭിപ്രായമോ വാക്കോ ഒരാൾക്കും പാടില്ല. അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ. അള്ളാന്റെ വാക്കിനെതിരിൽ പിന്നെ ഒരാളെ വാക്കില്ല. അള്ളാന്റെ റസൂലിന്റെ വാക്കിനെതിരിൽ പിന്നെ ഒരാളുടെ വാക്കില്ല. അപ്പൊ നമ്മളെ പോരയിലെ കല്യാണം, നമ്മളെ പോരയിലെ വീട് കൂടൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, വേഷം, സ്വഭാവം, രീതി, മക്കളെ വളർത്തൽ, കുടുംബജീവിതം, എല്ലാതും തീരുമാനിക്കേണ്ടതാരാ? അള്ളാഹു അവന്റെ റസൂല് മാത്രം. ഞാനുങ്ങളും അല്ല. ശരിക്കും മനസ്സിലാക്കിച്ചോ, ഞാനുങ്ങളല്ല, അള്ളാഹു അവന്റെ റസൂല് മാത്രം. അല്ലെങ്കിൽ അത് വലിയ അപകടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യം വന്ന് അതങ്ങനെ തന്നെ പാലിച്ച് വിശ്വാസിയാവൂല, അല്ലെങ്കിൽ വിശ്വാസികൾപ്പെട്ടവനല്ല എന്നൊക്കെ പറയുന്ന അത്തരം വാക്കുകളെ ഗൗരവത്തിൽ മനസ്സിലാക്കി അല്ലാഹു തആല ഇഷ്ടപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടിന്റെ അസഹ്യതയിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല മഴ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഖുർറത്ത അയ്നായ മക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റി തീർക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അൻസുർഹും ഫിലസ്തീൻ, اللهم ارحمهم فلسطين، اللهم انصر إخواننا المسلمين والموحدين في كل مكان يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.